اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ സുന്ദരമായ മാസം ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മിലേക്ക് കടന്നു വരികയാണ്. വിശ്വാസികളുടെ ഹൃദയത്തിൽ മുഴുവൻ സന്തോഷം നൽകുന്ന ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളെ വിശ്വാസികൾ കാത്തിരിക്കുകയാണ്. ഈ സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകർ നമുക്ക് ആരാണ് എന്നും എത്രമാത്രം അള്ളാഹുവിൻ്റെ പ്രവാചകരുമായി നമ്മൾ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നും സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഇന്ന് വെള്ളിയാഴ്ച പ്രസംഗിച്ച ചില ഭാഗങ്ങൾ എടുത്തിട്ടാണ് സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു അവിടുത്തെ മസ്നവിയിൽ പറഞ്ഞ വളരെ മനോഹരമായ ഒരു കഥയുണ്ട്. ഒരു രാജകൊട്ടാരത്തിൽ എല്ലാവിധ സുഖസൗകര്യങ്ങളോടും കൂടെ ആ രാജകൊട്ടാരത്തിലെ എല്ലാവിധ അനുഭൂതികളും ആസ്വദിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു രാജകിളിയുടെ കഥ, രാജാളിക്കിളിയുടെ കഥ. എല്ലാ നിലക്കുമുള്ള സുഖലോലുപതയിലാണ് ഈ പക്ഷി ജീവിച്ചത്. ആ പക്ഷിക്ക് എന്തൊക്കെ വേണോ അതൊക്കെ അവിടുന്ന് ലഭ്യമാണ്. അത്രയും സുന്ദരമായ രാജകൊട്ടാരത്തിൻ്റെ ആ ഒരു സദസ്സിൽ ജീവിച്ചിരുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും സുഖലോലുപതയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു കളിച്ചിരുന്ന ആ പക്ഷിക്ക് ഒരു വേള ഒരു മനസ്സിലൊരു ചിന്ത വന്നു. എന്തുകൊണ്ട് എനിക്ക് കൊട്ടാരം വിട്ടൊന്ന് പറന്നുകൂടാ? അങ്ങനെ രാജാളി പക്ഷി കൊട്ടാരം വിട്ട് പറക്കാൻ തീരുമാനിച്ചു. പറന്ന് തനിക്ക് തിരിച്ചെത്തേണ്ട രാജകൊട്ടാരം വഴി മറന്നുപോയി. രാജകൊട്ടാരത്തിൻ്റെ വഴി മറന്നു. പറന്ന് ക്ഷീണിതയായി ഈ പക്ഷി ഒരു ചെറ്റക്കുടിലിൽ താമസിക്കുന്ന ഒരു കിഴവിയുടെ അടുക്കലാണ് ഈ ചെന്ന് പെട്ടത്. ഈ കിളി ഈ പക്ഷിയെ കണ്ടപ്പോൾ ഈ കിഴവി തൻ്റെ ഒപ്പം ഉള്ള പക്ഷികൾക്ക് കൊടുത്തിരുന്ന ആ ഒരു ധാന്യമണികളാണ് ഈ രാജകൊട്ടാരത്തിൽ ഇതുവരെ കഴിഞ്ഞിരുന്ന ഈ രാജാളി പക്ഷിക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തത്. പക്ഷിയെ കണ്ടപ്പോൾ അതിന് വലിയ തൂവലുണ്ട്, വലിയ ചിറകുണ്ട്, വലിയ കൊക്കുണ്ട്. ഇത് കണ്ടപ്പോൾ ഈ കിഴവി മനസ്സിലാക്കി ഈ പക്ഷിക്ക് പറക്കാൻ നല്ല പ്രയാസയിക്കാറും എന്ന് മനസ്സിലാക്കി അതിൻ്റെ പക്ഷിയുടെ വാലും അതിൻ്റെ ചിറകും മുറിച്ചു. അതോടുകൂടെ നീളമുള്ള ആ കൊക്കും മുറിച്ചു. പിന്നെ ഈ പക്ഷിക്ക് അവിടുന്ന് ഒരിക്കലും തൻ്റെ പഴയ സ്ഥലത്തേക്ക് ഒരിക്കലും എന്ത് ചെയ്തില്ല, പറക്കാൻ കഴിഞ്ഞില്ല. ഈ കഥ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു പറയാണ്, ഇതൊരു മനുഷ്യൻ്റെ കഥയാണ്. ഒരു മനുഷ്യൻ്റെ ആത്മാവ് അള്ളാഹുവിൻ്റെ ഹളറത്തുൽ ഖുദ്സിലായിരുന്നു. മാലിക്കുൽ മുലൂക്കാകുന്ന അള്ളാഹുവാകുന്ന രാജാവിൻ്റെ കൊട്ടാരത്തിലെ എല്ലാവിധ സുഖലോലുപതയിലും അനുഭൂതികളിലും ജീവിച്ച ഇതായിരുന്നു ആര്? ആത്മാവ്. ആ ആത്മാവിനെ ഒരിക്കലും എന്ത് ചെയ്തു? ഇങ്ങോട്ടൊന്ന് വരണമെന്ന് മോഹം തോന്നി. അത് ജബറൂത്ത് വഴി മലക്കൂത്ത് വഴി നാസൂത്തിലെത്തി.
നാസൂത്തിലെത്തിയപ്പോൾ തിരിച്ചു പോകാനുള്ള വഴി ആ ആത്മാവ് മറന്നു. പറക്കാനുള്ള ചിറക് നഫ്സ് മുറിച്ചു കളഞ്ഞു. സുന്ദരമായ വാല് നഫ്സ് മുറിച്ചു കളഞ്ഞു. സുന്ദരമായ കൊക്ക് നഫ്സ് മുറിച്ചു കളഞ്ഞു. ഈ ദുനിയാവാകുന്ന ഈ പുറമോടിയിൽ കടന്നിട്ട് ഇങ്ങനെ മനുഷ്യൻ എന്ത് ചെയ്യാണ്? വയലാണ്. തൻ്റെ പഴയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തണമെന്ന് ആത്മാവിനക്ക് അതിയായ ആഗ്രഹമുണ്ട്. ആ രാജകൊട്ടാരത്തിൻ്റെ അധിപനായ രാജാവിൻ്റെ പേര് പറയുമ്പോഴേക്ക് ആത്മാവിനിക്ക് വല്ലാത്ത സന്തോഷമാണ് ഉണ്ടാകുക. വജിലത്ത് ഖുലൂബുഹും അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിനൊക്കെ വലിയ സന്തോഷം ഉണ്ടാവും അള്ളാഹുവിൻ്റെ ദിക്ർ കേട്ടാൽ. ആത്മാവ് തിരിച്ചു ചെല്ലേണ്ട വഴി മറന്നുപോയി. ആ ആത്മാവിനിക്ക് അള്ളാഹുവിലേക്കുള്ള വഴി കണ്ടെത്താൻ അള്ളാഹു ഒരാൾ നിയോഗിച്ചു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അൽ വുസൂലു ഇലൽ മത്ലൂബ്. അള്ളാഹുവാകുന്ന മത്ലൂബിലേക്ക് വഴി നടക്കാൻ റഹ്മത്തിൻ്റെ ചിറകുമായി ലോകത്തിൻ്റെ നായകൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. ആ അള്ളാൻ്റെ റസൂല് നമ്മിൽ നിന്ന് വേർപെട്ട ഒരാളല്ല. നമ്മൾ അള്ളാഹുവിലേക്ക് എത്തിക്കാൻ അള്ളാഹു തന്നെ നിയോഗിച്ചു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ആ റസൂലുള്ള എത്രമാത്രം നമ്മോട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ളത് നമ്മുടെ ഷഹാദത്ത് കലിമയാണ്. ഒരാൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള ഏക വഴി ഏതാണ്? ഷഹാദത്ത് കലിമയാണ്. അതൊരു തുടക്കമല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഷഹാദത്ത് കലിമ എന്നുള്ളത് ഒരു തുടക്കമല്ല, അതൊരു പൂർത്തീകരണമാണ്. മുഹമ്മദ് റസൂലുള്ളയാകുന്ന ആ മുഹമ്മദ് റസൂലുള്ളയോട് എല്ലാവിധ ആദരവും കൊടുത്തിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഇലാഹാകുന്ന അള്ളാഹുവിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു വഴി. ആ മുഹമ്മദ് റസൂലുള്ളയിലൂടെ അല്ലാതെ അള്ളാഹുവിലേക്ക് എത്തിപ്പെടാൻ വേറൊരു വഴി ഇല്ലതാണ്. അത് കീഴൊക്കെ പറഞ്ഞില്ലേ, ഇല്ലാ മുത്താബഅത്തുർ റസൂൽ. അള്ളാഹുവിൻ്റെ പ്രവാചകരെ പിൻപറ്റുക എന്നല്ലാതെ ലോകത്തുള്ള ഏത് തുരീഖത്തിൻ്റെ മശായിഖന്മാരാണെങ്കിലും അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഇത്തിബാ ചെയ്യുക എന്നൊരു വഴിയല്ലാതെ വേറൊരു വഴിയില്ല. അള്ളാഹുവിലേക്ക് വേറെ എത്തിപ്പെടാനൊരു വഴിയില്ല. അപ്പൊ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ളത് അതൊരു പൂർത്തീകരണ നാമമാണ്, എല്ലാത്തിൻ്റെയും പൂർത്തീകരണമാണ്. അതൊരു തുടക്കത്തിൽ നമ്മൾ ചെല്ലേണ്ട ഒരു കാര്യമല്ല. ആ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മിലുണ്ട്. അന മിനല്ലാഹി, ഞാൻ അള്ളാഹുവിൽ നിന്നാണ്. വൽ മുഅ്മിനൂന മിന്നി, മുഅ്മിനീങ്ങളൊക്കെ എന്നിൽ നിന്നാണ്. അപ്പൊ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാന്നിധ്യം ഓരോ വിശ്വാസിയുടെയും അന്തരാളത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, വഅലമു, നിങ്ങൾ അറിയണം, അന്ന ഫീക്കും, നിശ്ചയം നിങ്ങളിലുണ്ട്, റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ മുഹ്യിദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറയും, നിങ്ങളിൽ അള്ളാഹിൻ്റെ റസൂലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ആരാണുള്ളത്? അള്ളാഹുവിൻ്റെ റസൂൽ. ആ ഒളിവിനെ നിങ്ങൾ പുറത്തേക്ക് എടുക്കണം. ആ ഒളിവാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? വഴി കാണിച്ചു തരിക. അള്ളാഹിൻ്റെ റസൂല് ഇവിടെ ഉണ്ടോ? അള്ളാഹുവിൻ്റെ റസൂല് വഫാത്തായി പോയി. പക്ഷേ ആ അള്ളാഹുവിൻ്റെ റസൂല് നിങ്ങളിലുള്ള പ്രവാചകൻ എന്ത് ചെയ്തിട്ടില്ല? വഫാത്തായിട്ടില്ല. നിങ്ങൾ ആത്മാവ് അബുൽ അർവാഹ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി, നിങ്ങൾ റൂഹിൻ്റെ പിതാവാരാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ ഒളിവ് നിങ്ങളിലുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്ന ഒളിവ് നിങ്ങളിലുണ്ട്. അത് നിങ്ങൾ പുറത്തേക്കെടുക്കണം. ആ ഒളിവാണ് നിങ്ങൾക്ക് അള്ളാഹുവിലേക്കുള്ള വഴി കാണിക്കുക. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹിയിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് എന്ത് ചെയ്യുള്ളൂ? ഒരാൾക്ക് എത്താൻ കഴിയുള്ളൂ. ആ മുഹമ്മദ് റസൂലുള്ളാഹിയാകുന്ന ഒളിവിനെ തടഞ്ഞു നിർത്താനുള്ള ശേഷി നഫ്സിനുണ്ട്. ആ മുഹമ്മദ് റസൂലുള്ളാഹിയാകുന്ന ഒളിവുണ്ടല്ലോ, അതിന് നഫ്സ് തടഞ്ഞു നിർത്തിക്കുക. അതിനേക്കാൾ ഭയാനകരമായിട്ടുള്ളത് നഫ്സിലുണ്ടാകുന്ന അഹന്തത, ഒരു മനുഷ്യൻ്റെ അഹന്തത. ആ അഹന്തതയാണ് ആ മുഹമ്മദ് റസൂലുള്ളാഹിയെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്ത വിധം തടഞ്ഞു നിർത്തുന്നത്.
നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എപ്പോഴാണോ ആ അഹന്തത നീങ്ങുന്നു, അന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തു വരും. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ രണ്ട് കാര്യം വേണം. ഒന്ന് ഇത്തിബാഉർ റസൂൽ, രണ്ട് മഹബ്ബത്തുർ റസൂൽ. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ അഹന്തത നീങ്ങൂലേ, അത് നീങ്ങിക്കഴിഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ള പുറത്തു വരും. ആ അള്ളാന്റെ റസൂൽ പുറത്തു വന്നാൽ മാത്രം പോരാ, ആ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാ ചെയ്യണം, ആ അള്ളാഹുവിൻ്റെ പ്രവാചകരെ പ്രണയിക്കണം. ഈ രണ്ട് ചുമതല നമുക്കുണ്ട്. എന്നാലേ അള്ളാഹുവിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? വസൂലാകാൻ കഴിയുള്ളൂ. എന്താ ഇത്തിബാഉർ റസൂൽ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും എന്താകൂല? മുഅ്മിനാകൂല. ഹത്താ അകൂന, ഞാനാകുന്നത് വരെ. അള്ളാഹുവിൻ്റെ റസൂൽ ആയിത്തീരുമ്പോഴേ നമ്മൾ ആരാ ഉള്ളൂ? ഒരു മുഅ്മിനാണ് എന്ന് പറയുള്ളൂ. ധാരാ പറഞ്ഞത് ഹബീബായ മുഹമ്മദ് റസൂൽ. അക്കൂന എന്ന് പറയുന്ന വഹദാൻ മുത്തക്കല്ലിമ്, അക്കൂന ഞാനാവുക എന്നാണ് അർത്ഥം. അപ്പൊ അള്ളാഹു ബി ഐനി അള്ളാഹുവിൻ്റെ റസൂലായി മാറണം. അതാണ് ഇത്തിബാഉർ റസൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൗലൻ വ ഫിഅലൻ വ ഇഅ്തിഖാദൻ, എല്ലാ നിലക്കും നമ്മൾ എന്ത് ചെയ്യണം? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുന്നവരായിരിക്കണം. അതാണ് ഇത്തിബാഉർ റസൂലിൻ്റെ ഏറ്റവും വലിയ മാതൃക. രണ്ടാമത്തത് മഹബ്ബത്തുർ റസൂലാണ്. ഒരാൾ ഇത്തിബാ ചെയ്യുമ്പോഴേ അയാൾക്ക് എന്തുണ്ടാവുള്ളൂ? മഹബ്ബത്ത് അയാളിൽ ഉണ്ടാവുള്ളൂ. അള്ളാഹുവിൻ്റെ പ്രവാചകരാകുന്ന ആ ഹഖീഖത്ത് മുഹമ്മദീയത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാ ചെയ്യണം. ഇത്തിബാ ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ നായകൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രണയം നമ്മുടെ ഹൃദയത്തിൽ മുട്ടിടാൻ തുടങ്ങും. ബഹുമാനപ്പെട്ട സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ ജീവിക്കുന്ന കാലത്തോളം ഞാൻ പരിശുദ്ധ ഖുർആനിൻ്റെ ദാസനാണ്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം പരിശുദ്ധ ഖുർആനിൻ്റെ ദാസനാണ്. അതോടുകൂടെ തന്നെ ലോകത്തിൻ്റെ നായകൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിൻ്റെ അടിയിലെ ഒരു മണൽത്തരിയാണ് ഞാനെന്ന് സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു പറയാം. അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഹൃദയം കൊണ്ട് അറിഞ്ഞ ആളുകളൊക്കെ പറഞ്ഞ വാക്യങ്ങൾ അതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഹൃദയം കൊണ്ട് അറിഞ്ഞ ആളുകൾ നമ്മളൊക്കെ അസ്സലാത്തു വസ്സലാമു അലൈക യാ ഉമ്മിയൂൻ. ഉമ്മി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എഴുത്തും വായനയും അറിയാത്ത ആളെന്നാണ് അല്ലേ? ഉമ്മി എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും അറിയാത്ത ആളെന്നല്ല, എഴുത്തും വായനയും വേണ്ടാത്ത ആളെന്നാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ മുഹയ്യിദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു ഉമ്മി എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും അറിയാത്തവൻ എന്നല്ല, എഴുത്തും വായനയും വേണ്ടാത്തവൻ. അതാണ് ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. റസൂലുള്ളാഹിനെ കുറിച്ച് പറയുന്ന ഉമ്മി ഉണ്ടല്ലോ, അതിന് ഞാൻ 1000 ഗ്രന്ഥം എഴുതുകയാണെങ്കിൽ ആ ഗ്രന്ഥമൊക്കെ തീർന്നു പോകും, എന്നാലും അതിനെക്കുറിച്ചുള്ള വിശദീകരണം പിന്നെയും ബാക്കിയാകുമെന്ന് സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിലുണ്ട്. ആ റസൂലുള്ളാഹിനെ നമുക്ക് ഒരിക്കൽ പോലും മനാമിൽ കാണാൻ കഴിയണില്ലെങ്കിൽ നമ്മൾ എത്രമാത്രം മോശക്കാരാണ്. ആ അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഒരു പ്രാവശ്യം പോലും യഖ്ളത്തിൽ നമുക്ക് കാണാൻ കഴിയണില്ലെങ്കിൽ നമ്മൾ എത്രമാത്രം മോശക്കാരാണ്. ബഹുമാനപ്പെട്ട അഹമ്മദ് റസാഖാൻ ബറേൽവി എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ആരിഫും വലിയുമായ അറിയപ്പെട്ട പണ്ഡിതനുമായ ഒരാളുണ്ടായിരുന്നു. അഹമ്മദ് റസാഖാൻ ബറേൽവി എന്ന് പറയുന്ന ആൾ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേര് ഒരു പ്രാവശ്യം പറയപ്പെട്ടാൽ മതി, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഇങ്ങനെ തുടിക്കാറുണ്ടായിരുന്നു, കണ്ണുനീരിങ്ങനെ ഒലിക്കാറുണ്ടായിരുന്നു. അത്രമാത്രം പ്രവാചക പ്രണയത്തിൽ ഊട്ടപ്പെട്ട ആളായിരുന്നു ആര്? അഹമ്മദ് റസാഖാൻ ബറേൽവി എന്ന് പറയുന്ന മഹാൻ. അദ്ദേഹം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള സിയാറത്ത് ചെയ്യാൻ വേണ്ടി മദീനയിലെത്തിയിട്ട് രാത്രി സമയമായി.
അദ്ദേഹം റൂള ഷരീഫിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, ഈ മദീനയുടെ പച്ചക്കുബ്ബ കാണാൻ വേണ്ടിയല്ല ഞാൻ വന്നത്. ഈ പച്ചക്കുബ്ബയുടെ അടിഭാഗത്തുള്ള അങ്ങയെ നേരിൽ കാണാൻ വേണ്ടി വന്നതാണ് അഹമ്മദ് റസാ ഖാൻ. അതിനുള്ള യോഗ്യത എനിക്കുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ രാത്രി അങ്ങയെ കാത്തിരിക്കുന്നു. നബിയെ, സാധുവായ അഹമ്മദ് റസാ ഖാൻ്റെ അരികിലേക്ക് നിങ്ങൾ കടന്നു വരിക. അഹമ്മദ് റസാ ഖാൻ ബറൽവി യാ റസൂലല്ലാഹ് എന്ന് പരിശുദ്ധമായ റൗള ഷരീഫിലേക്ക് നോക്കി അങ്ങ് വിളിച്ചപ്പോൾ ലോകത്തിൻ്റെ നായകൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഉണർവിൽ വന്നു എന്ന് ചരിത്രം നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകരുണ്ടെങ്കിൽ നമ്മൾ യഖ്ലത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ കാണും. അല്ലേ? നമ്മളൊക്കെ ഈജിപ്തിൽ പോയപ്പോൾ ഒരു മഹാൻ്റെ മഖ്ബറയിൽ പോയി. ഏതാണ് ആ മഹാൻ്റെ മഖ്ബറ? ഇബ്നു അബി ജംറ എന്ന് പറയുന്ന ഒരു മഹാനുഭാവൻ്റെ മഖ്ബറ. അല്ലേ? എന്താണ് ആ മഖ്ബറക്കുള്ള പ്രത്യേകത? അതിൻ്റെ അടുത്താണ് ബഹുമാനപ്പെട്ട ഹിക്കമിൻ്റെ മുസന്നിഫ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി എന്ന് പറയുന്ന ലോകം അറിയപ്പെടുന്ന അള്ളാഹുവിൻ്റെ ആരിഫായ ഷാദുലി തുരീഖത്തിൻ്റെ ഉന്നതനായ അള്ളാഹുവിൻ്റെ ആരിഫിൻ്റെ മഖ്ബറ അതിൻ്റെ ചാരത്താണ്. അല്ലേ? എന്താണ് അതിൻ്റെ പ്രത്യേകത? ബഹുമാനപ്പെട്ട ഹിക്കമിൻ്റെ മുസന്നിഫ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ പ്രവാചകരെ മനാബിൽ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളോട് പറഞ്ഞു, ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ച ഒരാൾ നിങ്ങളുടെ അടുത്തുണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോകുന്നില്ല? ദുനിയാവിലും ആഖിറത്തിലും നേതാവാണ് അദ്ദേഹം, നിങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചാരത്ത് പോണില്ല? ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ആരാണ് നിങ്ങൾ പറഞ്ഞ മഹാൻ? അത് ഇബ്നു അബി ജംറയാണ്. 60 ചില്ലാൻ തവണ അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഖ്ലത്തിൽ കണ്ട ആളാണ് ആര്? ഇബ്നു അബി ജംറ എന്ന് പറയുന്ന മഹാൻ. അതുകൊണ്ട് തന്നെ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ജനാസ ഇബ്നു അബി ജംറയുടെ ചാരത്ത് മറമാടുക. അങ്ങനെയാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളെ ഇബ്നു അബി ജംറയുടെ അടുത്ത് എന്ത് ചെയ്തത്? മറമാടിയത്. അവരൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകരെ യഖ്ലത്തിൽ എത്രയോ തവണ കണ്ട ആളാണ്. നമ്മൾ എത്ര ചരിത്രങ്ങൾ പറയുന്നു, പ്രവാചക പ്രണയങ്ങൾ പറയുന്നു. പ്രവാചകനെ സ്വഹാബികൾ പ്രണയിച്ച പ്രണയത്തിൻ്റെ കഥകൾ നമ്മളിങ്ങനെ പറയാമെന്നല്ലാതെ നമുക്കത് ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയാത്തത് എന്താണ്? റസൂലുള്ളാഹിനെ ഇത്തിബാ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ പ്രവാചകരെ പ്രണയിക്കണം. ആ ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തണം. ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ വരുമ്പോൾ ഇൻഷാ അള്ളാഹ് ഏകദേശം അടുത്ത വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ റബീഉൽ അവ്വൽ ഒന്നേക്കാരം. അല്ലേ? എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ്. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിലെങ്കിലും അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഒന്ന് പൂർണ്ണമായി ആസ്വദിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. അതുകൊണ്ട് സ്വലാത്തുൽ ഫാത്തിഹ നമ്മൾ ധാരാളമായി ചെയ്യാം. കഴിയുന്നത് 1,00,000 സ്വലാത്തുൽ ഫാത്തിഹെങ്കിലും ചെല്ലാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ശ്രമിക്കുക. ഇപ്പോൾ തന്നെ നമ്മളതിന് തയ്യാറാവുക. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ പ്രവാചകരെ നമുക്ക് കാണാൻ കഴിയട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.